നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം, ഇനി 3 ലക്ഷം രൂപയും കൂടെ വേണം താനും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ രേവതി ദേവുവിനെ വിളിക്കുകയാണ്. അങ്ങനെ ദേവുവിനെ വിളിക്കുന്ന സമയത്ത് ഓർഡർ കിട്ടിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണം. അപ്പോഴേക്കും ദേവു പറഞ്ഞു, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, എന്ത് റിസ്ക് എടുത്തേണ്ടാണെങ്കിലും ശരി, ഉറപ്പായിട്ടും ചേച്ചി തന്നെ ഈ വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അല്ല ദേവു, അതിന് പണം വേണ്ടേ? ഇനി പണമില്ല, എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ചേച്ചി വിഷമിക്കണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ അടുത്ത് ഫിനാൻഷ്യർ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പണം വാങ്ങിച്ചുകൊണ്ടിരുന്നേ, അയാളോടൊന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. ദേവു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? ചേച്ചി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോയി ചോദിക്കാം. അതൊക്കെ പറഞ്ഞ് ദേവു കോള് കട്ടിയാണ്. രേവതിക്ക് ഭയങ്കര സന്തോഷമായി. എന്താണെങ്കിലും കിട്ടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് കൊണ്ട് ക്യാഷ് കൊടുക്കണം. ആരുടെയും കാല് പിടിച്ചിട്ട് വേണ്ട. കാരണം ഈ വീടിന്റെ ആധാരം അച്ഛൻ തരാന്ന് പറഞ്ഞാലും അതിന് അമ്മ സമ്മതിക്കില്ല. അല്ലെങ്കിലും അതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല. അച്ഛമ്മയോട് ചോദിക്കാനും രേവതിയുടെ മനസ്സ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവില് ദേവു ഫിനാൻഷ്യറെ കാണാനായിട്ട് പോവാണ്. പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് അരുണിനെ കാണുന്നത്. അരുൺ ദേവിനോട് ചോദിച്ചു, അല്ല ഇന്നെന്താ ഹോസ്പിറ്റലിലേക്ക് പോയില്ലേന്ന് ചോദിച്ചു. പോണോ അരുണേട്ടാ, പക്ഷെ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്താ? അതെ, ഇവിടെ അടുത്തൊരു ഫിനാൻഷ്യർ ഉണ്ട്, അയാളെ ഒന്ന് കാണണം. നിനക്കെന്താ ദേവു ഇപ്പൊ പണത്തിന് ഇത്ര അത്യാവശ്യം? വീട്ടിലെന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അമ്മയ്ക്കോ ആർക്കെങ്കിലും എന്തേലും വയ്യായിക എന്തേലും ഉണ്ടോ? അതൊന്നും അല്ല. പിന്നെയോ? അതെ, എന്റെ ചേച്ചി ഉണ്ടല്ലോ രേവതി, ചേച്ചിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, മണ്ഡപം കെട്ടാനായിട്ട്, മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടോ? അതെ, ഒരു 3 ലക്ഷം രൂപയും കൂടെ വേണം. 5 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം പൂവ് എടുക്കാനായിട്ട്. അപ്പൊ അതിന് പണമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യറെ പോയി കണ്ട് കുറച്ച് പണം പലിശയ്ക്ക് വാങ്ങാൻ ഓർത്താ. ഇതാണ് കാര്യം. നീയേ ഒരു ഫിനാൻഷ്യറും പോയി കണ്ട കാര്യമൊന്നുമില്ല. പണം എന്തേലുണ്ട്, ഞാൻ തരാം. അത് ശരിയാകത്തില്ല അരുണേട്ടാ. അതെന്താ? നിനക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ? ഒരു കാര്യം ചെയ്യേ, ആ പലിശ നീ എനിക്ക് തന്നേരെ. എന്താ അത് നിനക്ക് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദേവു ഒന്ന് ചിരിച്ചു. ഇതൊക്കെ എന്നോടൊന്ന് ചോദിക്കേണ്ടേ? ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്. ഒന്നുമല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ കഴുത്തിൽ താലി അർത്താൻ പോകുന്ന ആളല്ലേ ഞാനെന്ന് ചോദിച്ചു. അപ്പൊ അരുണിന് അറിയത്തില്ല സച്ചിയുടെ ഭാര്യയാണ് രേവതി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ. ഒടുവില് ദേവു പറഞ്ഞു, ശരി ആയിക്കോട്ടെ. അല്ല ഇന്ന് ജോലിക്ക് പോയില്ലേ അരുണേട്ടൻ? ഇല്ല. അതെന്താ? ഒന്നും പറയണ്ട ദേവു, അതിനെക്കുറിച്ച് പറയാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. ദേവി വെച്ചു, അതെന്താ അരുണേട്ട? അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം, തൽക്കാലത്തേക്ക് നീ വാ, ഞാൻ പണം എടുത്തരാന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനും വിളിച്ചോണ്ട് പോയി. അങ്ങനെ 3 ലക്ഷം രൂപ അരുണിന്റെ അക്കൗണ്ടിൽ നിന്ന് അരുൺ ദേവുവിന് എടുത്ത് കൊടുക്കുക. പണം കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും രേവതിയെ ദേവു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി പണം റെഡിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. റെഡിയായോ? അതെ, പണം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാ എന്താന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ദേവു. അപ്പം രേവതി ഓർത്തെ ഫിനാൻഷ്യറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയെന്നാ. പണം കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ രേവതി പെട്ടെന്ന് തന്നെ പണം വാങ്ങാനായിട്ട് പോവുകയാണ്. അങ്ങനെ ദേവുവിന്റെ അടുത്ത് പോയി പണം വാങ്ങി. അപ്പോഴേക്കും രേവതി പറഞ്ഞു, അല്ല കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കാം, ഒത്തിരി പലിശ ഒന്നും ആത്തില്ലായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കൊന്നും വേണ്ട, ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോ, കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ഒന്നിനും ഒരു കുറവും വരാൻ പാടില്ല. ചേച്ചിക്ക് ഇനിയും നല്ല നല്ല ഓർഡറുകൾ കിട്ടണം. ഉറപ്പായിട്ടും ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ചേച്ചിക്കും സച്ചേട്ടനും കൂടെ മുറി പണിയാനായിട്ടൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം രേവതിക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ സന്തോഷത്തോട് കൂടിയിട്ടാ രേവതി പണമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നേ. ചെന്ന് കഴിഞ്ഞപ്പം സച്ചി ഉണ്ടായിരുന്നു. സച്ചിയെ വിളിച്ചിട്ട് രേവതി പറഞ്ഞു, സച്ചിയേട്ടാ പണം റെഡിയായെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് രവീന്ദ്രനും ചന്ദ്രമതിയും കൂടെ ഇറങ്ങി വരുന്നേ. അപ്പോഴേക്കും സച്ചി ചോദിച്ചു, പണം കിട്ടിയോ? അതെ, പണമൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. രവീന്ദ്രൻ ചോദിച്ചു, അതെവിടുന്ന മോളെ? അത് ദേവു സംഘടിപ്പിച്ചു തന്ന ഫിനാൻഷ്യറുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ഇനി പേടിക്കേണ്ട കാര്യമില്ലല്ലേ? അതെ അച്ഛാ, അഡ്വാൻസ് പേയ്മെന്റ് കൊണ്ടേ നടത്തണം. പിന്നെ 2 ലക്ഷം രൂപ കയ്യിലുണ്ടായിരുന്നല്ലോ, മൊത്തം 5 ലക്ഷം രൂപ കൊണ്ടേ കൊടുക്കണം. പിന്നെ അതിന് ശേഷം മതി, ബാക്കി പൈസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു, എമൗണ്ട് കിട്ടിയതിന് ശേഷം. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ഇപ്പോഴാ ഒരു സമാധാനമായത്. എന്ത് ചെയ്യണം എന്നറിയില്ലാതിരിക്കുമായിരുന്നു. പക്ഷേങ്കില് ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ടെൻഷനായി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇവൾക്ക് ആ ഓർഡർ കിട്ടാൻ പോവാ, വർക്ക് കിട്ടാൻ പോവാ. കാരണം ഈ പണം അടച്ചില്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ആയി പോകും. പക്ഷെ ഇവൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിരുന്ന. പക്ഷേങ്കില് വീണ്ടും ഈ ഓർഡർ കിട്ടുമെന്നായി കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷൻ ചന്ദ്രമതിക്ക്. ചന്ദ്രമതിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. രവീന്ദ്രനും സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു.
പിന്നീട് രേവതി പറഞ്ഞു, സച്ചേട്ടാ ഞാൻ ഈ പണം കൊണ്ടേ കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, ശോ എനിക്കാണൊരു ഓട്ടോ ഉണ്ട്, അല്ല ഞാനും കൂടെ നിന്നോടൊപ്പം വരായിരുന്നു. അതൊന്നും സാരമില്ല സച്ചേട്ടാ, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി സന്തോഷത്തോട് കൂടിയിട്ടാണ് പണം കൊടുക്കാനായിട്ട് പൂക്കടയിലേക്ക് പോകുന്നത്. ചന്ദ്രമതിക്ക് സഹിക്കും ആ പോക്കങ്ങോട്. ചന്ദ്രമതി പെട്ടെന്ന് അകത്തേക്ക് കയറിപ്പോയി. ഹേമയുടെ നമ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹേമയെ വിളിക്കുകയാണ്. ഹേമ ചോദിച്ചു, ആ ഇതാര്? ചന്ദ്രമതി ചേച്ചിയോ, എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങള്? അതെ, ഒരു കാര്യമുണ്ട്, അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ച. എന്താ? രേവതി ഉണ്ടല്ലോ, പൂക്കടക്കാരന് പണം കൊടുക്കാനായിട്ട് 5 ലക്ഷം രൂപയായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. പണം കൊടുക്കാനോ? അതെ, അവൾ ഇവിടുന്നാണ്ടൊക്കെ പലിശയ്ക്ക് പണം മേടിച്ചിരിക്കുക. എങ്ങനെയെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ആ പണം അടിച്ചു മാറ്റുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തന്നെ ഈ ഓർഡർ കിട്ടും. പിന്നെ അവൾക്ക് കൃത്യസമയത്ത് തന്നെ പൂവിനൊക്കെ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ആ ഓർഡറിങ് ക്യാൻസൽ ആയി പോയിക്കോളും. അത് കേട്ടപ്പോൾ ഹേമ പറഞ്ഞു, അതൊന്നും ഓർത്ത് ചേച്ചി പേടിക്കണ്ട. ദേ ഇത്രയും വിവരം തന്നതിന് താങ്ക്സ്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്തപ്പോൾ ചന്ദ്രമതിക്ക് എന്തോ ലോകം കീഴടക്കിയ മട്ടിലുള്ള സന്തോഷമായിരുന്നു. സ്വന്തം മരുമകളാ, അവളെ കുടുംബത്തിന് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്നൊന്നും ചന്ദ്രമതിയുടെ മനസ്സിലില്ല. ചന്ദ്രമതിക്ക് അസൂയവും കുശുമ്പും മാത്രം, കിട്ടിയതൊന്നും പോരാ, അവർക്ക് അഹങ്കാരം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക. ഇതേ സമയത്ത് ഹേമ തന്റെ ശിങ്കിടികളെ വിളിച്ചു നിർദ്ദേശം കൊടുത്തു. അവള് പണവുമായിട്ട് വരുന്നുണ്ട്. ഒരു കാരണവശാലും അവൾ ആ പണം ആ പൂക്കടക്കാരന് കൊണ്ട് കൊടുക്കാൻ പാടില്ല, അറിയാലോ. ആ പണം അടിച്ചു മാറ്റണമെന്ന് പറഞ്ഞു. അല്ല, തനിച്ചാണോ വരുന്നോ അതോ വേറെ ആരെങ്കിലും? അവള് തനിച്ചാ വരുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അവർക്ക് സമാധാനമായി. അങ്ങനെ എന്ത് ചെയ്തു, രേവതി വരുന്ന വഴിയിൽ അവന്മാര് കാത്തു നിന്നു. രേവതി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാ. കാരണം ഈ ഓർഡർ കിട്ടുവാണെങ്കിൽ ഇനിയും കുറെ ഓർഡറുകളൊക്കെ കിട്ടും. അപ്പൊ ഭയങ്കര പ്രതീക്ഷ, എത്രയും പെട്ടെന്ന് തന്നെ മുറി പണിയാം, സച്ചേട്ടനെ തനിക്ക് ഹെൽപ്പ് ചെയ്യാം, ബിസിനസ് വളർന്നുകൊണ്ടേയിരിക്കും എന്നൊരു ചിന്ത. അങ്ങനെ പല പല ചിന്തകളൊക്കെ ആയിട്ട് സ്വപ്നം കണ്ട് രേവതി നടന്നു വരുമ്പോഴത്തേനുമാണ് രണ്ടവന്മാരെല്ലോടെ നടന്നു പോകുന്നേ. അപ്പം മുഖം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഒരു ടവൽ വെച്ച് മറിച്ചിട്ടുണ്ടായിരുന്നു. രേവതി അത് മൈൻഡ് ചെയ്യാൻ പോയില്ല. രേവതി സന്തോഷത്തോടെ നടന്നു പോകുന്ന സമയത്ത് രേവതിയുടെ കയ്യിലിരുന്ന കവറ് ഒരുത്തം വലിച്ചു മേടിക്കണം. എന്നിട്ട് അപ്പോഴേക്കും ഒരു ബൈക്ക് അങ്ങോട്ടേക്ക് വന്നു. ബൈക്കിലേക്ക് അവൻ കയറി. രേവതി പെട്ടെന്ന് അവന്റെ ഷർട്ടെ കുത്തിപ്പിടിച്ചെങ്കിലും രേവതിയെ തള്ളി മറിച്ചിട്ടിട്ട് ബൈക്കും കൊണ്ട് അങ്ങോട്ട് പോവണം. രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. വല്ലാത്തൊരു ഇത്. രേവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഈ കൃത്യ സമയത്ത് തന്നെയാണ് അച്ചമ്മ ഈച്ചയും കൂടെ അല്ലേ വരുന്നത്. അച്ചമ്മ വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് രേവതിക്ക് ഈ അപകടം സംഭവിക്കുന്ന കണ്ടത്. അച്ചമ്മ വിട്ടുകൊടുക്കോ? അവന്മാര് വരുന്ന വഴിക്ക് അച്ചമ്മ ഈച്ചയും കൂടെ കുറുക്ക് കയറുന്നു. ബൈക്ക് വരുന്ന സമയത്ത് അച്ചമ്മയൊക്കെ ആ മുമ്പിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കുകയാണ്. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അവന്മാർക്ക് ആരെ എന്താണെന്നും മനസ്സിലായില്ല. അങ്ങനെ ബൈക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ചമ്മ അങ്ങോട്ട് കയറി നിന്നപ്പോൾ അവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു. അച്ചമ്മ അവന്മാരെ പിടിച്ചു വലിച്ച് താഴേക്ക് ഇടുകയാണ്. അത്രയും പ്രായമായെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വയലിലൊക്കെ പണിയെടുക്കുന്ന കൈയല്ലേ, നല്ല തഴമ്പിച്ച കൈയല്ലേ. അവന്മാരെ അവിടെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. അങ്ങനെ പണം മേടിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും രേവതിയും കൂടെ ഓടി വന്നു. അങ്ങനെ രേവതിക്ക് ആ പണം തിരിച്ചു കിട്ടുന്നൊക്കെയുണ്ട്. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പായി, ചന്ദ്രമതിയുടെ ഹേമയുടെ പ്ലാനുകളൊക്കെ പൊട്ടി 8 നിലയെ പൊട്ടി പണി വാളിപ്പോവാണ്. അങ്ങനെ രേവതിക്ക് തന്നെ ആ പണം തിരിച്ചു കിട്ടിയ രേവതി ആ പണം കൊണ്ട് കൊടുക്കുന്നൊക്കെയുണ്ട്. അച്ഛമ്മയുടെ കൈക്കരുത്ത് അവന്മാര് തിരിച്ചറിയുവാണ്. ഇനിയും അവന്മാര് വിട്ടത് ഹേമയാന്നുള്ള കാര്യം അവന്മാര് പറയും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹേമയ്ക്ക് ഈ വിവരം ചോർത്തി കൊടുത്ത ആരാന്നുള്ള ഒരു കാര്യം സംശയം വരും. അങ്ങനെ സംശയം വന്നാൽ ഉറപ്പായിട്ടും അച്ചമ്മയുടെ പിടിയിലേക്ക് ചന്ദ്രമതി വരും. എങ്കിൽ ചന്ദ്രമതിയുടെ 16 അടിയന്തരം മിക്കവാറും അച്ചമ്മ നടത്തും. അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.